ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എന്താ പറയുക, മൈക്കില്ലാണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മൈക്ക് വേണോ വേണ്ടെന്ന്. അഫ്കോഴ്സ് അധികാരം കണ്ടില്ല. അത് കാരണം തന്നെ എന്താ പറയുക, മൈക്ക് ഉപയോഗിക്കാണ്ട് തന്നെ പറയാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു സംശയമാണ്, മീൻസ് എല്ലാവരും എന്നോട് ചോദിക്കുന്നത് നീ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത്? വീഡിയോ ഇട്ടിട്ട് ഒരു കാര്യമില്ല, വ്യൂസ് ഇല്ല, ഒന്നുമില്ല, പിന്നെ വീഡിയോ ഇടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നു, ഞാൻ ആദ്യമൊക്കെ ഞാൻ വീഡിയോ ഇടുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ മറ്റെന്താ പറയുക ഫെയിമിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ്. ഇത് രണ്ടും സെറ്റ് ആവാൻ വേണ്ടി. കാരണം ഞാൻ ഈ വീഡിയോ ഇട്ട് തുടങ്ങുമ്പോൾ ഞാൻ അൺഎംപ്ലോയിഡ് ആയിരുന്നു. എൻ്റെ കയ്യിൽ ജോലിയില്ല, ഇനി പ്രത്യേകിച്ച് എന്താ ചെയ്യണേന്നൊന്നും ഒരു ലക്ഷ്യമില്ല. പിന്നെ എന്തായാലും ഒരു പുതിയ രീതി തുടങ്ങാന്നുള്ളൊരു ഐഡിയയിൽ തന്നെയാണ് എന്താ പറയുക ഇത് തുടങ്ങിയത്, ഇങ്ങനെ വീഡിയോസ് ഇടാമെന്ന്. പക്ഷെ ഈ വീഡിയോ ഇട്ട് 3-4 ദിവസം എനിക്ക് ജോലി കിട്ടി. ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നേരത്തെ തന്നെ വീഡിയോ ഇടാൻ നോക്കുന്നതും നേരത്തെ തന്നെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ നോക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, എത്രയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്, നമ്മൾ ഡെയിലി വീഡിയോ ഇടാന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇനി അതിനൊരു മാറ്റം വരാൻ എനിക്ക് തന്നെ ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പം പിന്നെ ഇപ്പം നമ്മൾ ഒരു എന്താ പറയുക റൂട്ടീൻ പോലെ ചെയ്തുകൊണ്ടിരിക്കുക. ഡെയിലി വീഡിയോസ് ഇടുക, ഇത് ചെയ്യുക. എനിക്ക് ഇതൊന്ന് ഫെയിം കിട്ടി, പൈസ ഉണ്ടാക്കി. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കുകയാണ്. അപ്പം ആ അഭിനയവും സിനിമാഗ്രഹവും ഒക്കെ ഇതിൻ്റെ പിന്നാലെ നടന്ന് സെറ്റാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനിയിപ്പോൾ വലിയ സക്സസ് ആകുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ ഇപ്പോൾ പ്ലാനിലേ ഇല്ല. കാരണം അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. യൂട്യൂബ് വീഡിയോ ഒക്കെ റീച്ച് എത്തണം, പോരാത്തതിന് ഒരു ഓഡിയോ ക്വാളിറ്റി ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ ഒരു ക്യാമറ ഓൺ ആക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു, ഡെയിലി എന്തൊക്കെ എൻ്റെ ലൈഫിൽ നടന്ന കാര്യം പറയും, ചിലപ്പോൾ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് പറയും. ഇതാണ് ഇപ്പോൾ പറയുന്നത്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ രീതി. ഇപ്പോൾ മൈക്കിലെ ഒന്നും കാരണം മൈക്ക് ഒരെണ്ണം മേടിച്ചു, 200 രൂപയുടെ റേഞ്ച് ആ സംതിങ് മേടിച്ചത്. അതുകൊണ്ട് എന്തായി, അതിപ്പോൾ പകുതി എന്താ നേരത്തെ പറയുന്നേക്കാളും ഒന്നും കേൾക്കാനില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് മൈക്ക് മേടിച്ചപ്പോൾ. അപ്പോൾ മൊത്തത്തിൽ ഞാൻ തൊട്ടതെല്ലാം കഷ്ടകാലത്തിലാവുന്ന നിന്നിട്ടുള്ളൂ. തൊട്ട പ്രശ്നം എന്ന് പറയുന്ന പോലെയാണ് നിൽക്കാറ്. അപ്പോൾ ഇതൊരു എന്താ പറയുക റൂട്ടീൻ പോലെ ചെയ്തുകൊണ്ടിരിക്കുക. ശരിയാവില്ല, എവിടെ എത്തുമെന്നൊന്നും ഒരു പിടിയില്ല. ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ ഫെയിലിയർ ആവും. ഫെയിലിയർ ആവുകയാണെങ്കിൽ ഫെയിലായി, സക്സസ് ആവുകയാണെങ്കിൽ സക്സസ് ആയി. അത്ര തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് കൂടുതൽ എന്താ പറയുക ഇതൊന്നും വഴി എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഇതുവഴി കുറേ ഫെയിം ഉണ്ടാക്കി, കാശുണ്ടാക്കി, പിന്നെ പതിയെ സിനിമയിലൊക്കെ എത്തി. അങ്ങനെ എൻ്റെ സിനിമാഗ്രഹം, എൻ്റെ ഏറ്റവും വലിയ പാഷനാണ് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. അതിലേക്ക് എത്തുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഫെയിമുള്ള ആൾക്കാരാണ് ഇപ്പോൾ സിനിമയിലേക്ക് വിളിക്കുന്നുണ്ട്, സിനിമയിൽ എടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹവും നമ്മൾ വിചാരിച്ചത്. പക്ഷേ നമ്മുടെ വീഡിയോയ്ക്ക് അത്രയും മാത്രം ഒരു പവറും ഇല്ല, അത് റീച്ച് എത്തൂല്ല. പിന്നെ എങ്ങനെ നമ്മൾ എന്താ പറയുക സിനിമയിലെത്താനാ? അപ്പം പിന്നെ എന്തായാലും നമ്മൾ വേറെ റൂട്ട് കൂടി നോക്കുന്നുണ്ട്, വേറെ വഴി കൂടി നമ്മൾ നോക്കിയിട്ട് സിനിമയിലെത്താൻ നോക്കും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഈ വീഡിയോസൊക്കെ ഇടണതും. ഇപ്പോൾ സ്ഥിരം വീഡിയോ ഇടാമെന്ന് ഉദ്ദേശിക്കുന്നതും ഈ ഡെയിലി വീഡിയോസ് ഇടാമെന്നും. ഫെയിം വരാണെങ്കിൽ ഈ വഴി നമ്മൾ സിനിമയിലെത്തും, അല്ലെങ്കിൽ നമ്മൾ വേറെ വഴി എത്തും. എന്തെന്നാലും ഭാവിയിൽ എപ്പോഴെങ്കിലും അപ്പാപ്പനായിട്ടായാലും ഒരു ക്യാരക്ടർ അഭിനയിക്കണമെന്നുണ്ട് എനിക്ക്. പിന്നെ എത്ര പേർക്ക് ഇവിടെ ഇപ്പോൾ വീഡിയോ കാണുന്ന 1-2 പേരെ കാണാറുള്ളൂ. ആ കാണുന്നവർക്ക് അറിയുകയും ചെയ്യാൻ ഞാനൊരു ചെറിയ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. JSK എന്ന് പറഞ്ഞ സിനിമ. എനിക്ക് വേണ്ട, അത് നമുക്ക് ഇപ്പോൾ സിനിമ മനസ്സിലായിട്ടുണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. ഇന്നത്തെ കണ്ടന്റ് ഇങ്ങനെ പോട്ടെ. ഇനി നാളത്തെ കണ്ടന്റ് എൻ്റെ മറ്റേ സിനിമയിൽ അഭിനയിച്ച കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ശരി, ഓക്കെ.